മലപ്പുറം വേങ്ങരയിൽ നവവധുവിനെ ക്രൂരമായി മർദ്ദിച്ച ശേഷം ഒളിവിൽ പോയ ഭർത്താവായ യുവാവ് വിദേശത്തേക്ക് കടന്നതായി അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചു. മലപ്പുറം വേങ്ങര ചുള്ളിപ്പറമ്പ് സൗദി നഗർ സ്വദേശി മുഹമ്മദ് ഫൈസാണ് യുഎഇയിലേക്ക് കടന്നത്. സന്ദർശക വിസയിലാണ് ഇയാൾ വിദേശത്തേക്ക് കടന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ഇയാളെ തിരികെ എത്തിക്കാനുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും കേസ് CBCID വിഭാഗമാണ് അന്വേഷിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ലെന്നും ക്രൈംബ്രാഞ്ചിനോ CBIക്കോ അന്വേഷണം കൈമാറണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് യുവതി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. മലപ്പുറം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. അന്വേഷണം കാര്യക്ഷമമാക്കണമെന്ന് ജസ്റ്റിസ് A. ബദറുദ്ദീൻ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫായിസിന് പുറമെ ഫായിസിന്റെ പിതാവും മാതാവും കേസിൽ പ്രതികളാണ്. ഫായിസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ ജില്ലാ കോടതി തള്ളിയിരുന്നു. മാതാവ് സീനത്തിന് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചെങ്കിലും പിതാവ് സൈതലവിക്കും ഫായിസിനും ജാമ്യം ലഭിക്കാതെ വന്നതോടെ ഇരുവരും ഒളിവിൽ പോയി. തുടക്കം മുതൽ പ്രതികളെ സഹായിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചതെന്നും ഫായിസിനെ രക്ഷപ്പെടാൻ അനുവദിക്കുകയായിരുന്നുവെന്നും യുവതിയുടെ ഹർജിയിൽ പറഞ്ഞിരുന്നു. മുൻകൂർ ജാമ്യം തള്ളിയതിന് പുറമെ ഫായിസ് വിദേശത്തേക്ക് കടന്നുവെന്ന ആരോപണം ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ പോലീസ് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട്. ഇക്കഴിഞ്ഞ മെയ് 2-ന് വിവാഹം കഴിഞ്ഞ 6-ാം ദിവസം മുതൽ ഫായിസ് മർദ്ദിച്ചു തുടങ്ങിയെന്ന് യുവതി പരാതിയിൽ പറയുന്നു. 50 പവൻ സ്വർണം വിവാഹ സമയത്ത് നൽകിയിരുന്നു. കൂടുതൽ സ്വർണം ആവശ്യപ്പെട്ടും സൗന്ദര്യം കുറഞ്ഞുപോയി എന്ന് ആക്ഷേപിച്ചുമായിരുന്നു മർദ്ദനം. മർദ്ദനത്തിൽ പരിക്കേറ്റ യുവതിയെ ഭർത്തൃ വീട്ടുകാർ തന്നെ 4 തവണ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. മർദ്ദന വിവരം പുറത്തു പറഞ്ഞാൽ സ്വകാര്യ ചിത്രങ്ങൾ പുറത്തുവിടും എന്നായിരുന്നു ഭർത്താവിന്റെ പരാതി. മുഹമ്മദ് ഫായിസ് ലഹരിക്ക് അടിമയാണെന്നും പരാതിയിൽ പറയുന്നുണ്ട്. അടിവയറ്റിലും നട്ടലിനും ഉൾപ്പെടെ ശരീരമാസകലം പരിക്കേറ്റ അവസ്ഥയിലായിരുന്നു യുവതിയെ സ്വന്തം കുടുംബത്തിൽ നിന്ന് ആളുകൾ എത്തിയാണ് തിരികെ കൊണ്ടുപോയതെന്നും പറയുന്നു. അടിയേറ്റ യുവതിയുടെ ഒരു ചെവിയുടെ കേൾവിശക്തിയും കുറഞ്ഞിരുന്നു. വീട്ടിലേക്ക് മടങ്ങിയ ശേഷം മെയ് 23-ന് മലപ്പുറം വനിതാ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും നിസാര വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് യുവതി നൽകിയ പരാതിയെ തുടർന്നാണ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉൾക്കൊള്ളിച്ചത്.